ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഇസ്ലാമിലെ മാനവിക വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും മനുഷ്യൻ മനസ്സിലാക്കുന്നത് കേവലം ആരെങ്കിലും എഴുതിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയോ ഏതെങ്കിലും വാപോയ കോടാലിയാകുന്ന ഉസ്താദുമാർ പറഞ്ഞതോ മാത്രം മനസ്സിലാക്കിയിട്ടല്ല. മറിച്ച് ഇസ്ലാം മത പ്രമാണങ്ങൾ എന്താണു പറയുന്നത്, വ്യത്യസ്തമായ ഭാഷകളിൽ വിവർത്തനം ചെയ്തതോടുകൂടി ഈ പ്രമാണങ്ങളിൽ എന്താണുള്ളത്, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ ആശയം, ഈ ആധുനിക ജനതയ്ക്ക് എന്ത് മൂല്യങ്ങളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് എന്ന് തലയ്ക്കകത്താള് താമസമുള്ളവർ അറിയുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് അത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ രസമുണ്ട് എന്നുള്ളതുപോലെ മറ്റുള്ള മതപ്രമാണങ്ങളെ വിമർശിക്കുകയും സ്നേഹ സംവാദം എന്ന വിദ്വേഷ പരിപാടിയിലൂടെ അപരന്റെ വിശ്വാസങ്ങളെ കുത്തിനോവിക്കുകയും ചെയ്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ ഭാഗങ്ങൾ ചികഞ്ഞെടുത്ത് ഇതിൽ ഇന്ന വിഷയങ്ങളുണ്ട്, ഇതൊന്നും ഞങ്ങളുടെ മതത്തോട് യോജിക്കുന്നതല്ല എന്ന് മാത്രമല്ല പറഞ്ഞത്, എന്റേതു മാത്രമാണ് മുന്തിയത്, എന്റെ വിശ്വാസം മാത്രമാണ് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വിശ്വാസം, ഞാനും എന്റെ ജനതയും മാത്രമാണ് സ്വർഗത്തിലേക്ക് നേരിട്ട് ചെല്ലുന്നവർ, ഞങ്ങൾക്കാണ് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റിന്റെ കുത്തക കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്യമതങ്ങളെ അന്യമത വിരോധം മുസ്ലിം സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്ത ആശാന്മാർ ഇന്ന് വിയർക്കുന്നു പബ്ലിക് വേദികളിൽ. ആരും പറഞ്ഞതുകൊണ്ടല്ല, മറിച്ച് പ്രമാണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രമാണങ്ങളിൽ ഇന്ന വിഷയങ്ങളല്ലേ ഉള്ളത്, എന്ത് മാനവികതയാണ് ഇതിലുള്ളത്? അപ്പോൾ മറുപടി ഇല്ലാത്തത് കൊണ്ട് അവനെ വെട്ടടാ, കൊല്ലടാ, തിന്നടാ, കാര്യമില്ല. മുസ്ലിങ്ങളേതാ വേട്ട ചെയ്യുന്നേ, കാര്യമില്ല. ഈ മോങ്ങലൊക്കെ കുറെ കണ്ടതാണ് നമ്മൾ. അതുകൊണ്ട് ന്യൂനപക്ഷ വേട്ട കോപ്പാണ്. ഇവിടെ പ്രമാണങ്ങളിലുള്ള വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ മതവികാരം വ്രണപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ പ്രമാണങ്ങളിൽ ഇതുണ്ടാ എന്ന ഉള്ള കാലം അത്രയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് എഴുതി വെച്ചവർക്ക് കുഴപ്പമില്ല, ഇത് അംഗീകരിച്ചവർക്ക് കുഴപ്പമില്ല, ഇത് ഫോളോ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, ഇത് പഠിപ്പിക്കാതിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഇതിനകത്തുള്ളത് പറയുന്നവർക്കാണ് കുഴപ്പം. അതൊന്നും ഇവിടെ നടക്കുന്ന വിഷയങ്ങളല്ല. പബ്ലിക്കിൽ നിന്നുകൊണ്ട് യുവാക്കൾ ഇസ്ലാം മത പ്രഭാഷകരെ, മതമൗലികവാദികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുന്നു. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് കേൾക്കാം. അപ്പൊ സംശയം ചോദിക്കുകയാണ്, അപ്പൊ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഖുർആൻ പരിഭാഷ ഒഴിഞ്ഞു മാറരുത്, ഞങ്ങൾ ഒഴിഞ്ഞു മാറാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പഠിക്കാനല്ലേ സുഹൃത്തെ പറഞ്ഞു തരുന്നത്. ഖുർആൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല. ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ, ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകും നിങ്ങളെ പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. അങ്ങനത്തെ എന്നോട് ചോദിക്കുമ്പോൾ ഞാനതാ പറയാ. മനസ്സിലാവും നിങ്ങൾക്ക്? അപ്പൊ ഉസ്താദിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഖുർആൻ പരിഭാഷ പഠിക്കും, വായിക്കും, മനസ്സിലാക്കും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുക്കുന്ന വിവരണ സഹിതമാണ് അവർ പഠിക്കുന്നത്. അവര് വിവരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ജനങ്ങൾ കേൾക്കണ്ടേ? എന്താ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഒരു അർത്ഥം പറയുകയാണ്, ഞങ്ങൾ കേൾക്കണം. ഇപ്പൊ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം. ഇത് പേര് ഞങ്ങൾ ശരിയാന്ന് നോക്കി. അതിന് ഞാനെന്താ പറയാ സർ? അതിന് ഞാനെന്താ പറയാ? ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദാണെങ്കിലും സുന്നിയാണെങ്കിലും ഖുർആന്റെ നേരെ പരിഭാഷ നോക്കിയിട്ട് വായിച്ചാൽ ഖുർആൻ മനസ്സിലാവൂല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പരിഭാഷയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ കിട്ടൂല. പരിഭാഷ അല്ലാതെ ഖുർആന്റെ വ്യാഖ്യാതാക്കളും ഇമാമികളും തഫ്സീർ ഗ്രന്ഥങ്ങളും പറഞ്ഞത് ഞാൻ എത്രയും വായിച്ചു തരാം. ആ വ്യാഖ്യാനങ്ങൾ കൊടുത്ത വല്ല ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളി. ഞാൻ കണ്ടിട്ടില്ല, ഞാനത് പരിഭാഷ നോക്കി നടക്കുന്ന ആളല്ല, അതുകൊണ്ട് അറിയില്ല എന്നാ പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങളെ കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ പറയുന്നതല്ല, നിങ്ങളെ ഇരുത്താൻ പറയുന്നതല്ല. ഞാൻ അത്തരം പരിഭാഷകൾ വായിക്കാറില്ല. ആ പരിഭാഷാ സംരംഭത്തെ തന്നെ എതിർക്കുന്ന ആളാണ് ഞാൻ, വ്യക്തിപരമായാണ്. അതൊരു പുതിയ അറിവായിരിക്കും. അതെന്താ മനസ്സിലാക്കി? ഞാനല്ല. എത്ര കാലമായി ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട് നിങ്ങൾക്കറിയോ? അപ്പൊ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം നബിതങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെയും മനസ്സിലാക്കി വരുന്നുണ്ട്. മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ ഇറക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലത്തിന്റെ ഇപ്പറയായിട്ടുള്ളൂ. 100 കൊല്ലത്തിന്റെ അപ്പുറത്ത് ഖുർആന്റെ പരിഭാഷ മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ തന്നെ ഖുർആൻ പരിഭാഷ ആദ്യം പുറത്തിറക്കിയത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ഖുർആനെ പഠിപ്പിക്കാനാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനാണോ പരിഭാഷ ഇറക്കുക? മുസ്ലിമീങ്ങൾ ആരും ഇറക്കിയിട്ടില്ല. ലോകത്താകെ ഖുർആൻ പരിഭാഷ ഇറങ്ങുന്നത് 1000ങ്ങളുടെ ഇപ്പുറത്തോ 700കളുടെ ഇപ്പുറത്തോ ആണ്. അതിന്റെ മുമ്പൊന്നും ഖുർആൻ പരിഭാഷ ഇല്ല. ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ, പിന്നെ കാലത്ത് ഖാദിയാനികൾ, അതിന്റെ ശേഷം വഹാബികൾ, ഇവരാണ് ഖുർആൻ പരിഭാഷ ഇറക്കിയത്. എങ്ങനെ ഇറക്കിയതും 100 കൊല്ലത്തിന്റെ ഇപ്പുറേ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടായിട്ടുള്ളൂ. 1906 കണ്ണൂരിലെ മായൻകുട്ടി ഇളയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അന്നൊരു ലേശം ഖുർആന്റെ പരിഭാഷ ഒരു ജുസ് മാത്രം പുറത്തിറക്കി. അന്ന് പണ്ഡിതന്മാർ മുഴുവൻ എതിർത്തിട്ട് അദ്ദേഹത്തിന്റെ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ കടലിൽ മുക്കി താഴ്ത്തുകയായിരുന്നു ചെയ്തത്. കടലിൽ മുക്കി താഴ്ത്തി അന്നത്തെ വിലമാക്കൾക്ക് 1900. അതിന്റെ മുമ്പ് ഇവിടെ കേരളത്തിൽ ഒരൊറ്റ പരിഭാഷ ഇറങ്ങിയിട്ടില്ല. ഖുർആൻ അതിന്റെ മുമ്പുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലേ? വ്യാഖ്യാനങ്ങൾ പഠിച്ചിട്ടില്ലേ?
വയലുകളിൽ പറയുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ ഖുർആന്റെ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാം. പരിഭാഷ വായിച്ചാൽ ഇങ്ങനെയൊക്കെ അബദ്ധത്തിൽ വരും. നിങ്ങൾക്ക് മനസ്സിലായ ചരിത്രം? ഇവിടുത്തെ പരിഭാഷ ഖുർആൻ പരിഭാഷ പാടില്ല എന്നുള്ള അറിവ് എനിക്കറിയില്ല. അങ്ങനെ ഒരു പാട് നമ്മുടെ കിതാബുകളൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തന്റെ പൊന്ന് പിച്ചളയായനെ തട്ടാനെ കുറ്റം പറയുന്ന ഉസ്താദാണ് ഇദ്ദേഹം. അപ്പൊ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരു കാലത്തും സാധാരണ ജനങ്ങൾ മനസ്സിലാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ. കാരണം ഇതിനകത്തുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോ ഇസ്ലാം ഏറിൽ നിൽക്കുന്നത്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ പൊതു ഇടങ്ങളിലും ഒക്കെ തന്നെയും ഇസ്ലാം ഏറിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇതിനകത്ത് ഇന്ന വിഷയങ്ങളല്ലേ ഉള്ളത് എന്ന് സാധാരണക്കാരൻ ചോദിക്കുന്നു. ഖുർആൻ പരിഭാഷയെ ഞാൻ അംഗീകരിക്കുന്ന ആളല്ല എന്ന് ഒരാൾ അംഗീകരിക്കാതിരുന്നത് കൊണ്ട് കാര്യമായോ? നിങ്ങൾ എങ്ങനെയാ നമസ്കരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ സക്കാത്ത് കൊടുക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ നോമ്പ് പിടിക്കുന്നത്? നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സ്വർഗവും നരകവും ഹൂറികളും വിചാരണയും എന്ന് വേണ്ട. ഇതെല്ലാം വിശ്വസിക്കണമെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയണ്ടേ? ഉസ്താദുമാര് പറഞ്ഞു തരുന്നത് മാത്രമാണ് ശരിയെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞു, ഗർഭപ്പലകയിൽ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവ വേദനയോടെ നിൽക്കുമ്പോൾ ഭർത്താവ് സെക്സിന് വിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് ഇതുവഴിയെങ്കിലും പോയപ്പോൾ കഴുത്തോ മാറോ ഏതെങ്കിലും വയറോ ഏതെങ്കിലും ഭാഗം കണ്ടപ്പോഴേക്ക് ഉദ്ധാരണം ഉണ്ടായിട്ടുണ്ടാകും. അത് ശമിപ്പിക്കാൻ വേണ്ടി വിളിച്ചാൽ അവള് പോകണമെന്ന് EP അബൂബക്കർ കാസിമി പറഞ്ഞതാ. പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവിക്കാൻ നിൽക്കുകയാണ്. അതിനേക്കാൾ പ്രാധാന്യം ഇതിനാണ്. അപ്പോൾ അതാണ് ശരി എന്ന് വിശ്വസിക്കുക. എങ്ങനെയുണ്ട്? അത് അംഗീകരിക്കുക. ഇദ്ദേഹം തന്നെ പലയിടങ്ങളിലും ഇതുപോലെയുള്ള വൾഗറായിട്ടുള്ള വിഷയങ്ങളും സ്ത്രീ വിരുദ്ധതകളും എമ്പാടും പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങ് അംഗീകരിക്കുക. അവസാനം ഇദ്ദേഹത്തിന് ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, 100 വർഷമേ ആയിട്ടുള്ളൂ, ക്രിസ്ത്യാനികളാണ് ഖുർആൻ പരിഭാഷ ഇറക്കിയത്, അതിന് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയാണെന്നും നരകത്തിന്റെ ഭാഷയാണെന്നും അല്ലേ പറഞ്ഞിരുന്നത്? പിന്നെ തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആരെങ്കിലും കൊണ്ടക്കൂട്ടത്തിലുണ്ടോ ഇതൊക്കെയെന്ന് പറയാൻ? ചുരുക്കത്തില് ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പബ്ലിക് മനസ്സിലാക്കിയത് കൊണ്ട് ഇതിനിപ്പോ ഇങ്ങനെയൊന്നും അല്ല, അതൊന്നുമല്ല, ഇതൊന്നുമല്ല എന്ന് സാധാരണക്കാരനെ തെറ്റിദ്ധരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഖുർആനിന് പരിഭാഷ വേണ്ട, കാരണം ഇത് വെറും ഓതാനും ഊതാനും ഷോക്കേസിൽ പൊടി കയറാതെ സൂക്ഷിക്കാനും മാത്രമുള്ള ഒരു ഗ്രന്ഥമായിട്ട് അവശേഷിക്കണം. ഇത് വെച്ചിട്ട് കുറെ ആൾക്കാർക്ക് അന്നം കണ്ടെത്താനുണ്ടേ, അതുകൊണ്ട് ഇത് മാത്രമേ ഇവർക്കൊരു മാർഗമായിട്ടുള്ളൂ. ഇദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു ഖുർആൻ പരിഭാഷയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രസംഗം കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു? സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണരുത്. 200 ചില്ലാനം ആയത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ഉണർത്തുകയാണ്. 200 ചില്ലാനം ആയത്തുകൾ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്നും അവരോട് ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് അമുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും ഖുർആൻ പരിഭാഷ പൊക്കിപ്പിടിച്ചാണ്. ഇവിടെ നമ്മൾ അതൊന്നും ഇസ്ലാമിലില്ല, യുദ്ധം ഇസ്ലാമിലില്ല, യുദ്ധം എന്ന ഒന്നോ അമുസ്ലിമീങ്ങളെ കൊല്ലലോ ഇസ്ലാമിലില്ല എന്ന് വെറുതെയെങ്കിലും എന്തെങ്കിലും ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, വേണ്ടാത്തത് പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ? ഇസ്ലാമിന്റെ മൗലിക ഭാഗം ഏടുകളല്ല, ഗ്രന്ഥങ്ങളല്ല, നിയമഗ്രന്ഥങ്ങളല്ല, കിതാബുകളല്ല, മുസ്ലിമീങ്ങളുടെ ജീവിതവുമല്ല, വേദഗ്രന്ഥമാകുന്നു എന്ന് എത്ര തവണ നമ്മുടെ കോടതികൾ പോലും പറഞ്ഞു. മുത്തലാഖിന്റെ വിഷയത്തിലും പറഞ്ഞില്ലേ, വേദങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ഭാഗം എന്ന്. ആ വേദങ്ങളുടെ പരിഭാഷയല്ലേ ഈ കാണിക്കുന്നത്? അമുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളെയും കൊല്ലണമെന്നാണ് ഖുർആൻ പറയുന്നതെന്ന്. എവിടെ കൊല്ലണം, ആര് കൊല്ലണം, എങ്ങനെ കൊല്ലണം എന്ന് വിവരിക്കുന്നത് ഫുഖഹാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങളും നിയമങ്ങളും പറയേണ്ടത് ഫുഖഹാണ്. ഫുഖഹാവ് പറയേണ്ട നിയമങ്ങൾ, ഫുഖഹാവ് പഠിപ്പിക്കുന്ന നിയമങ്ങൾ ഫിഖ്ഹിനെ മാറ്റി നിർത്തിക്കൊണ്ടോ, ഉലമാഇനെയും ഇമാമുകളെയും മാറ്റി നിർത്തിക്കൊണ്ടോ പ്രമാണമായ വേദത്തിന്റെ പരിഭാഷ നോക്കി വായിച്ചാൽ ഏറ്റവും വലിയ അബദ്ധത്തിൽ ചാടുമെന്നതിന്റെ ഏറ്റവും മുന്തിയ ഉദാഹരണമാണ് ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നിയമം. ഈ യുദ്ധത്തിന്റെ നിയമം പൗരന്മാർക്ക് കയ്യിലെടുക്കാവുന്ന ഒരു നിയമമേ അല്ല. ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും പ്രയോഗിക്കാൻ പറ്റുന്നതുമല്ല ഇസ്ലാമിലെ യുദ്ധം. നമുക്കിതറിയാം. ഇസ്ലാമിലെ യുദ്ധം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെയുള്ള ഇസ്ലാമിലെ യുദ്ധത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ വേദമായി വിശ്വസിക്കുന്ന ഖുർആനിൽ പറയുന്നു എന്ന്
ഖുർആൻ പരിഭാഷ എടുത്ത് പൊക്കിക്കുടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും ഈ 100 ആയത്തുകളിലും അമുസ്ലിമീങ്ങളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലാൻ പറയുന്ന വേദമാണ് മുസ്ലിമുകളുടെ വേദം, അത് കണ്ടുകെട്ടണം, നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ഈ പരിഭാഷകൾ വെച്ചുകൊണ്ട് തന്നെ നാളെ കോടതികളിൽ ഇത് പറയില്ല എന്ന് ആര് കണ്ടു? അത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊരു വലിയ ദുരന്തമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിലും ആചാരത്തിന്റെ കാര്യത്തിലും ഈ ദുരന്തം വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തു ആചാരമാവട്ടെ, എന്തു കാര്യങ്ങളാവട്ടെ, ഖുർആനിന്റെ പരിഭാഷയും ഹദീസിന്റെ പരിഭാഷയും ഉന്നയിച്ചുകൊണ്ട് ഖുർആനും ഹദീസും ഇങ്ങനെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞാലും എന്ന് ധരിപ്പിക്കുന്നതിന് ഈ പരിഭാഷകൾ നിമിത്തമല്ലേ? തീർച്ചയായും ജനകീയമാക്കുന്നു ഖുർആൻ എന്നതിനു വേണ്ടി കൊണ്ടുപിടിച്ചുണ്ടാക്കിയ പരിഭാഷ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗമെങ്കിലും അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ ആ രീതി സ്വീകരിക്കുകയും അതങ്ങനെ നിലനിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് അപരാധികളായി മുന്നിൽ കാണിക്കാൻ വഹാബികൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അവിടുന്ന് വിട്ടപ്പോ ഇപ്പൊ സുന്നികളിൽ തന്നെ ബഹുഭൂരിപക്ഷവും പരിഭാഷാവാദികളാണ്, പരിഭാഷയെ പ്രകീർത്തിക്കുന്നവരാണ്, പരിഭാഷ ആവശ്യമാണെന്ന് പറയുന്നവരാണ്. അത് അനർത്ഥമാണെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കാര്യദർശിയും ജനറൽ സെക്രട്ടറിയുമായ ഒരു സമസ്തയുടെ ഈ തിരിച്ചറിവിനുള്ള ഐഡന്റിറ്റി പോലും EK എന്ന നാമമാണെങ്കിൽ ആ നാമം പോലും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മുമ്പിൽ മുട്ടിപ്പോയി ഖുർആൻ പരിഭാഷയുടെ കാര്യത്തിൽ എന്നാണ് പിന്തലമുറക്കാരായ ഇപ്പോഴത്തെ സമസ്തയുടെ ഔദ്യോഗിക വക്താക്കൾ നാടുനീളെ പ്രചരിപ്പിക്കുന്നത്, സ്റ്റേജിലും പേജിലും എഴുതിക്കൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. നമ്മൾ കാണാതെ പോകരുത്. ഈ ഖുർആൻ പരിഭാഷ വലിയ അനർത്ഥമാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനതയ്ക്ക് ഉദ്ബോധനമായി കൊണ്ട് അള്ളാഹു അയച്ച ഗ്രന്ഥത്തിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ശരിയായി മനസ്സിലാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഖുർആൻ ലളിതമാണെന്ന് അള്ളാഹു ഖുർആൻ ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. എന്ത് കാര്യം ഇതിനകത്ത് എന്താണുള്ളത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാത്ത രൂപത്തിൽ അയച്ചിട്ട് സൂക്ഷ്മതയുള്ളവർക്ക് സന്മാർഗമാണ് ഈ ഗ്രന്ഥം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനകത്തുള്ള കാര്യങ്ങൾ ആരും അറിയാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സന്മാർഗത്തിലാകുന്നത്? അതായത് 6 നാട്ടിൽ 100 വ്യാഖ്യാനം, 100 നാട്ടിൽ ലക്ഷക്കണക്കിന് വ്യാഖ്യാനങ്ങൾ. ഇതാണ് നമ്മുടെ ഖുർആൻ. ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം അനുസരിച്ചിട്ടാണ് ഇന്ന് സ്വയം പൊട്ടിത്തെറിക്കാനും മറ്റുള്ളവരെ പൊട്ടിത്തെറിപ്പിക്കാനുമായ സുന്ദരമായ ആചാരങ്ങളുമായിട്ട് മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി.